ശ്രീ രാഹുൽ ഈശ്വറും ശ്രീ അനിൽകുമാർ അയ്യപ്പനും കഴിഞ്ഞ ദിവസം ബൈബിളിലെ യേശുവും ഖുർആനിലെ ഈസയും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സംവാദം നടത്തുകയുണ്ടായി. ഈ സംവാദത്തിൽ പങ്കെടുക്കുവാനും ചോദ്യോത്തര വേളയിൽ ശ്രീ രാഹുൽ ഈശ്വറിനോട് ഒരു ചോദ്യം ചോദിക്കാനും ആ ചോദ്യത്തിന് രാഹുൽ ഈശ്വർ നൽകിയ മറുപടിക്കകത്തുള്ള തത്വചിന്തപരമായും ചരിത്രപരമായും വസ്തുതാപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് കാണാം. ഈ ചോദ്യം ബിനോയാണ് ചോദിക്കുന്നത്. പേരെഴുതിയതിന് വളരെ സന്തോഷം. ശിവനോടാണ്. ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട 3 നിയമങ്ങളാണ് ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. അതിൻ്റെ നേർവിപരീതമായ 2 ക്ലെയിമിന് ഒരേ സമയം ശരിയാകാൻ സാധിക്കുകയുമില്ല. ഉദാഹരണത്തിൽ യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതും ക്രൂശിക്കപ്പെട്ടില്ല എന്നുള്ളതും ചരിത്രത്തിലെ ഫാക്ടിനെ നിഷേധിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബിനോയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഫാക്ട് ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് മറ്റൊരു രീതിയിൽ വേറൊരാൾ വ്യാഖ്യാനിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ അതിലെ പൊസിഷൻ. ഈ ചോദ്യത്തിൽ മാത്രമല്ല, ഈ ഡിബേറ്റിന്റെ ആദ്യം മുതൽ രാഹുൽ ഈശ്വർ ചെയ്യുന്ന വലിയൊരു വൈരുദ്ധ്യമാണ് വസ്തുത എന്ന വാക്കും വ്യാഖ്യാനം എന്ന വാക്കിനെയും തമ്മിൽ മാറ്റി ഉപയോഗിക്കുക. ഇതിന് നമ്മളൊരു ഇക്വിവൊക്കേഷൻ എന്ന ലോജിക്കൽ ഫാലസി നമ്മൾ പറയും. അതായത് ഒന്നുകിൽ 2 അർത്ഥങ്ങളുള്ള ഒരേ വാക്കിനെ അതിന്റെ അർത്ഥങ്ങൾ മാറ്റി ഉപയോഗിക്കുക, അല്ലെങ്കിൽ 2 അർത്ഥമുള്ള 2 വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാലസി ഓഫ് ഇക്വിവൊക്കേഷൻ. ഇതാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. കാരണം വസ്തുതകളല്ല വ്യാഖ്യാനം. ഉദാഹരണത്തിന് ഗാന്ധിയെ ഗോഡ്സെ കൊന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഗാന്ധിയെ വധിച്ചത് നല്ലതിനാണോ അതോ മോശമായൊരു കാര്യമാണോ എന്നുള്ളത് വ്യാഖ്യാനങ്ങളാകാം. ഉദാഹരണത്തിന് ചില രാജ്യങ്ങളും ചില മതവിഭാഗങ്ങളും ഈ പറയുന്ന ഗാന്ധിയെ വധിച്ചത് നല്ലതെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ അതല്ല, അത് തെറ്റായ ഒരു കാര്യമെന്ന് അധികം ഇന്ത്യക്കാരും വ്യാഖ്യാനിക്കുന്നതിനോട് ചേർന്ന് നിൽക്കുന്നവരുമുണ്ട്. പറഞ്ഞു വരുന്ന കാര്യം, ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നിലനിൽക്കവേ ഗാന്ധിയെ ഗോഡ്സെ വധിച്ചു എന്നുള്ളത് ഒരു വ്യാഖ്യാനമല്ല, അതൊരു വസ്തുതയാണ്. ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമായിട്ട് വരുമ്പോൾ ബൈബിളിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന അല്ലെങ്കിൽ ചരിത്രം രേഖപ്പെടുത്തുന്ന യേശുക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ട ക്രിസ്തുവാണ്. എന്നാൽ ഖുറാനിൽ കാണിക്കുന്ന ഈസാ നബി ക്രൂശീകരിക്കപ്പെടാത്തൊരു ഈസാ നബിയാണ്. അപ്പൊ ഞാൻ ഇതേത്തോടെ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യമാണ് ലോജിക്കിന്റെ 3 നിയമങ്ങൾ. ഒന്നാമത്തെ നിയമമാണ് ലോ ഓഫ് ഐഡന്റിറ്റി, രണ്ടാമത്തത് ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ, മൂന്നാമത്തത് ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ. അതിനകത്ത് രണ്ടാമത്തെ നിയമമായ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നേർ വിപരീതമായിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റുകൾക്ക് അല്ലെങ്കിൽ 2 വാദങ്ങൾക്ക് ഒരേ സമയം സത്യമായിരിക്കാൻ കഴിയുകയില്ല. ഉദാഹരണത്തിന് ഗാന്ധിയെ ഗോഡ്സെ വധിച്ചു എന്നുള്ളതും വധിച്ചില്ല എന്നുള്ള 2 സ്റ്റേറ്റ്മെന്റുകൾക്ക് ഒരേ സമയം സത്യമായിരിക്കാൻ കഴിയുകയില്ല. ഒന്നെങ്കിൽ വധിച്ചു, ഇല്ലെങ്കിൽ വധിച്ചിട്ടില്ല. അതേ ലോജിക്ക് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ യേശുക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു, ഇല്ലെങ്കിൽ യേശുക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടിട്ടില്ല. ഇത് വ്യാഖ്യാനങ്ങളല്ല, ഇതിലേതോ ഒന്ന് മാത്രമാണ് വസ്തുത. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ ക്രൂശീകരിക്കപ്പെട്ട യേശുവും ക്രൂശീകരിക്കപ്പെടാത്ത ഈസാ നബിയും ഒരു വ്യക്തിയല്ല. ഇത് വ്യാഖ്യാനങ്ങളല്ല, ഇത് വസ്തുതകളാണ്. അതുകൊണ്ടാണ് അജ്ഞേയവാദിയായ ബാർട്ട് എർമാൻ പോലും താൻ എഴുതിയ പുസ്തകങ്ങളായ ദി ജീസസ് എക്സിസ്റ്റ്, ദ ഹിസ്റ്റോറിക്കൽ ജീസസ് തുടങ്ങിയ പുസ്തകങ്ങൾക്കകത്ത് അദ്ദേഹം പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ്, യേശുക്രിസ്തു ദൈവമാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംസാരങ്ങളാകാം. യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഡിസ്കഷൻസ് ആകാം. പക്ഷേ യേശുക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അകത്ത് നമുക്കൊരു ചോദ്യങ്ങൾക്കപ്പുറമായിട്ടുള്ള അതീതമായിട്ടുള്ള ഒരു ചരിത്രപരമായ വസ്തുതയാണെന്നാണ് അദ്ദേഹം അവിടെ വാദിക്കുന്ന ഒരു കാര്യം. തീർന്നില്ല. ക്രൈസ്തവരല്ലാത്ത ക്രൈസ്തവ വിശ്വാസത്തെ എതിർത്തിരുന്ന യഹൂദ ചരിത്രകാരനായ ജോസീഫസും റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് പോലും ഇവർക്ക് ഇതിനെ അനുകൂലിക്കേണ്ട ഒരു കാരണമില്ലാതിരുന്നിട്ടും ചരിത്രരേഖയിൽ വ്യക്തവും കൃത്യവുമായി യേശുക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ രേഖകളും ചേർത്ത് വെച്ച് ഒരു ചരിത്രകാരന്റെ വീക്ഷണത്തോടു കൂടി ഒരു അനുമാനത്തിലേക്ക് എത്തുമ്പം നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു ചരിത്രപരമായ വസ്തുതയാണ് യേശുക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു എന്നുള്ളത്. ഈ ചരിത്രപരമായ വസ്തുതയെ അല്ലെങ്കിൽ ഈ വസ്തുത നടന്നിട്ടില്ല എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു യേശുവും അത് സാക്ഷാൽ യേശുക്രിസ്തു അല്ല. അതിനെ നമുക്ക് രാഹുൽ ഈശ്വറിന്റെ ഭാഷയിൽ വ്യാഖ്യാനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചരിത്രപരമായ വസ്തുതകൾക്ക് വിപരീതമായ വ്യാഖ്യാനങ്ങൾ ഒരിക്കലും വസ്തുതകളായി മാറത്തില്ല.
ഇനി രസകരമായ കാര്യം, ഈ വീഡിയോയ്ക്ക് അകത്ത് തന്നെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് താൻ യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സാക്ഷാൽ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന്. നമുക്ക് ആ ഭാഗം ജസ്റ്റ് ഒന്ന് കാണാം. ഇതിലെ ഒരു കുരിശുമരണം ഏറ്റവും പ്രധാന വ്യത്യാസമാണ്. ആ വ്യത്യാസത്തിൽ എൻ്റെ വിശ്വാസമാണ് പറയുന്നത്. ചരിത്രരേഖകൾ പ്രകാരമുള്ള എൻ്റെ ബോധ്യവും വിശ്വാസവും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം നടന്നു എന്ന് തന്നെയാണ്. ആ കുരിശുമരണത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ആ ദിവസം ഞാൻ എഴുതിയ പോസ്റ്റാണ് ഈ തർക്കത്തിന് ബേസ് ആയത്. അതിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ നിലപാടിനോട് ബഹുമാനപരിസരം വിയോജിക്കുന്നു. പക്ഷെ അവരെ യേശുവിനെയും കന്യാമറിയത്തെ ആദരിക്കുന്നത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ക്രൂശീകരിക്കപ്പെട്ട യേശുവും ക്രൂശീകരിക്കപ്പെടാത്ത യേശുവും ഒരേ സമയത്ത് ചരിത്ര പുരുഷന്മാരല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ പ്രകാരം ഇതിൽ ഏതോ ഒന്ന് മാത്രമാണ് സത്യം, വ്യാഖ്യാനങ്ങളല്ല, മാത്രമാണ് വസ്തുതകൾ. ഇനി ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ബൈബിളിലെ യേശുവും ഖുറാനിലെ ഈസയും ഒരേ വ്യക്തിയാണോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് വ്യക്തവും കൃത്യമായിട്ട് ലഭിക്കുന്ന മറുപടിയാണ് ഇത് രണ്ടും ഒരു വ്യക്തിയല്ല. അതിന് ഉദാഹരണത്തിന് ജനനം തന്നെ നമ്മൾ എടുക്കുവാണെങ്കിൽ ബൈബിളിലെ യേശു ജനിക്കുന്നത് ബേത്ലഹേമിലാണ്, അദ്ദേഹം ഒരു പുൽത്തൊട്ടിയിലാണ് ജനിക്കുന്നത്. എന്നാൽ ഖുറാൻ 19:23 നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നൊരു കാര്യം, അതിന്റെ മുൻ വാക്യങ്ങളും കൂടെ അല്ലെങ്കിൽ ആയത്ത് നമ്മൾ ചേർന്ന് വായിക്കുമ്പോൾ കാണുന്നൊരു കാര്യം, മറിയ പ്രസവ സമയത്ത് ഒരു നിർജ്ജന പ്രദേശത്തേക്ക് മാറിപ്പോവുകയും ഒരു ഈന്തപ്പനയ്ക്ക് കീഴിലാണ് യേശുവിന് ആ ഈസാ നബിക്ക് ജനനം നൽകുന്നത്. ഈന്തപ്പനയ്ക്ക് കീഴിൽ ജനിച്ച ഈസാ നബിയും ബേത്ലഹേമിൽ ആട്ടിൻതൊഴുത്തിൽ ജനിച്ച യേശുവും ഒരു വ്യക്തിയാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒന്നാണെന്ന് തെളിയിക്കാൻ തക്ക രീതിയിലുള്ള എന്തെങ്കിലും തെളിവ് രാഹുൽ ഈശ്വറോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായി വാദിക്കുന്ന ഈ പറയുന്ന മതത്തിലുള്ള വ്യക്തികളോ മുൻപോട്ട് നൽകേണ്ടതാണ്. അത് നൽകാത്ത കാലത്തോളം നമ്മൾ ലോജിക്കിന്റെ നിയമങ്ങൾ വെച്ചാണെങ്കിലും ചരിത്രത്തിന്റെ വാസ്തവങ്ങൾ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വസ്തുതകൾ വെച്ച് ചേർന്ന് നോക്കുമ്പോൾ ബൈബിളിലെ യേശു ഒരു ചരിത്ര പുരുഷനാണ്. അദ്ദേഹത്തിന്റെ ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, രണ്ടാം വരവ് എന്നത് പഴയ നിയമത്തിലെ പ്രവചനങ്ങളും പുതിയ നിയമത്തിലെ ദൃക്സാക്ഷികളുടെ എഴുത്തിനാലും വ്യക്തവും കൃത്യവുമായിട്ട് രേഖപ്പെടുത്തിയ ഒന്നാണ്. എന്നാൽ നമ്മൾ ഖുറാനിൽ കാണുന്ന ഈസാ നബി ഈ പറയുന്ന ചരിത്ര രേഖയ്ക്കും ചരിത്രത്തിലെ വസ്തുതകൾക്ക് വിപരീതമായിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റുകളും അതോടൊപ്പം തന്നെ തിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട്. അത് രാഹുൽ ഈശ്വർ ഈ വീഡിയോക്കകത്ത് വാദിക്കുന്നത് പോലെ അദ്ദേഹം അതിലോട്ട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് ഈ തിയോളജിക്കലായിട്ടുള്ള എല്ലാ വ്യത്യാസങ്ങളും മാറ്റി വെച്ചാൽ തന്നെ ചരിത്രപരമായി ഇത് രണ്ടും ഒരു വ്യക്തിയല്ല നമുക്ക് വ്യക്തവും കൃത്യവുമായിട്ട് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 8:32 യേശു പറയുന്ന ഒരു ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. പല വ്യാജങ്ങളും പല കള്ളങ്ങളുമായിട്ടുള്ള വസ്തുതകൾ എന്ന ലേബലിലോ വ്യാഖ്യാനങ്ങൾ എന്ന ലേബലിലോ വന്നാലും വ്യക്തവും കൃത്യവുമായി സത്യത്തെ നോക്കിക്കൊണ്ട് സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.